അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, എന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് വിട്ടിട്ട് ഒരു സന്തോഷം ആ ഭവനത്തിലില്ല. എന്നും അവിടെ പ്രശ്നങ്ങളാണ്, എന്നും വിഷമങ്ങളും പ്രയാസങ്ങളുമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മഹത്തായ ആയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ആയത്ത് നിങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കളെ ഏത് ഭാഗത്താണോ നമ്മൾ വിവാഹം കഴിപ്പിച്ചു വിട്ടത് അവിടെ ഇൻഷാ അല്ലാഹ് സന്തോഷം ഉണ്ടാകുന്നതാണ്. അപ്പൊ നമുക്ക് ആയത്ത് ഏതാണെന്ന് നോക്കാം, അതുപോലെ എപ്പോഴാണ് ഓതേണ്ടതുള്ളത് നോക്കാം, അതിന്റെ പ്രതിഫലങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കങ്ങൾ മാറ്റാനും നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിയാനുമുള്ള നല്ലൊരു ആയത്തിനെ കുറിച്ചിട്ടാണ്. ഇത് 7 ദിവസം നാം ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഒരു ഭാര്യ ഭർത്തൃ ജീവിതം എന്ന് പറയുന്നത് അത് അല്ലാഹു ഒരു പുരുഷനല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. നാം ഒരു യഥാർത്ഥ സത്യവിശ്വാസിയാണെങ്കിൽ പരസ്പരം അവിടുന്ന് സ്നേഹിക്കലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു യഥാർത്ഥ മുത്തഖിയായ മനുഷ്യനാകണമെങ്കിൽ, ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായ മനുഷ്യനാകണമെങ്കിൽ, ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനാകണമെങ്കിൽ അവൻ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. എന്നാലേ അവൻ യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ മുത്തഖിയാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു, സഹാബ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം വർദ്ധിപ്പിക്കണമോ, സ്നേഹം ധാരാളം ഉണ്ടാകണമോ, നിങ്ങൾ പരസ്പരം സലാം പറയണേ. നബിയുനാ റസൂലുള്ളാഹി ഭാര്യയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അതുപോലെ ഭാര്യയും വഅലൈക്കും അസ്സലാം, അങ്ങനെ പരസ്പരം നിങ്ങൾ സലാം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ സ്നേഹമുണ്ടാകുമെന്ന് കളവ് പറയാത്ത നേതാവ് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് എത്രത്തോളം ഭാര്യ ഭർത്താക്കന്മാരുടെ സലാം വർദ്ധിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം സലാം വർദ്ധിപ്പിക്കണേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നൊരു അമലാണ്. അപ്പൊ ഒന്നാമത്തെ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ അമല് അത് സലാം പറയൽ തന്നെയാണ്. അതുകൊണ്ട് സലാം നിങ്ങൾ ആരും പറയാതിരിക്കല്ലേ. മാത്രമല്ല, ഒരു ദിവസം നമ്മൾ ഒരുപാട് സലാം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് നൽകപ്പെടുന്നതാണ്. മഹാനായ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു ഉമ്മ വന്നിട്ട് പരാതി പറയുകയാണ്, എന്റെ മകളെ വിവാഹം കഴിച്ചയച്ചു കൊടുത്തതാണ്, പക്ഷെ അവൾക്കൊരു സമാധാനവുമില്ല, ഭർത്താവിന്റെ ഒരു സ്നേഹവും അവൾക്ക് കിട്ടുന്നില്ല. മാത്രമല്ല, അവളെ സന്തോഷത്തോടെ ഞാൻ വിവാഹം കഴിപ്പിച്ചു വിട്ടതാണ്, അവള് എന്റെ വീട്ടിലാണ്, എന്റെ മരുമകൻ അവളെ ഉപദ്രവിക്കുന്നുണ്ട്. മാത്രമല്ല, ഈത്തപ്പനയുടെ മടല് കൊണ്ട് എന്റെ മകളെ വല്ലാതെ ദ്രോഹിച്ചിട്ടുണ്ട് എന്റെ മരുമകൻ എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് കരഞ്ഞുകൊണ്ട് ആ ഉമ്മ പറയുമ്പോൾ മഹാനവറുകൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മ, നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മകളാണ് ഇറങ്ങി വന്നതെങ്കിൽ ആ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറയണം. നിങ്ങളെ മകളാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെങ്കിൽ നിങ്ങൾ ആ വീട്ടിലേക്ക് നിങ്ങളെ മകളോട് ചെല്ലാൻ പറയണം, ഭർത്താവിനോട് പൊരുത്തം ചോദിക്കാൻ പറയണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ആ ഉമ്മയോട് പറയുകയാണ്, മകൾ അങ്ങ് തിരിച്ചു പോകാൻ പറയുകയും ഭർത്താവിനോട് സലാം പറഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കുകയും അതിനുശേഷം ഉമ്മ നിങ്ങൾ നിങ്ങളെ വീട്ടിലിരുന്നു കൊണ്ട് ഈ മഹത്തായ ആയത്ത് നിങ്ങൾ ഓതിയാൽ. ഏതാണ് ആ മഹത്തായ ആയത്തിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. എന്ന ഈ മഹത്തായ ആയത്ത് നിങ്ങൾ ഓതിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മകൾക്ക് നല്ല സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷവും നിങ്ങളെ
മകളെ എവിടെയാണോ വിവാഹം കഴിപ്പിച്ചു വിട്ടത് ആ വീട്ടിലുണ്ടാകുന്നതാണ്. അങ്ങനെ ആ വീട്ടിലിരുന്ന് കൊണ്ട് ഈ മഹത്തായ 7 ദിവസം ഇങ്ങനെ തുടർച്ചയായി ഓതി വന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, 7ാമത്തെ ദിവസം ആ ഉമ്മ ഓടി വന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അല്ലയോ മഹാനവറുകളെ, അൽഹംദുലില്ലാഹ്, എന്റെ മകളും എന്റെ മരുമകനും എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ്. വളരെ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ്. അത് മാത്രമല്ല, എനിക്ക് കുറച്ച് വസ്ത്രങ്ങളും മറ്റുമായിട്ട് സന്തോഷത്തോടെ എന്റെ മരുമകൻ എന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ മഹത്തായ ആയത്ത്, ഈ ഒരു വിഷയത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഉണ്ടെങ്കിൽ ഈ മഹത്തായ നിങ്ങൾ 7 ദിവസം ഓതുക. നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മകളെ എവിടെയാണോ വിവാഹം കഴിപ്പിച്ചു വിട്ടത് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾ നോക്കൂ മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ മഹത്തായ ആയത്ത് നിങ്ങൾ ഓതിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുക. ഒരുപാട് പേര് ഉസ്താദേ എന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു വിട്ട് ഒരു സന്തോഷമില്ല എന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മകളെ എവിടെയാണോ വിവാഹം കഴിപ്പിച്ചു വിട്ടത് അവിടെ നല്ല ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പടച്ചവനേ റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാരുടെ നീ സ്നേഹം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പലരും സിഹ്ർ കൊണ്ട്, മാരണം കൊണ്ട്, കൂടോത്രങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള പിശാചിന്റെ കുതന്ത്രങ്ങളിൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് പേര് നമുക്ക് നമ്മുടെ അടുക്കൽ അവരൊക്കെ ബന്ധപ്പെടുകയും നമ്മൾ ഓരോ അമലുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. റബ്ബേ, സർവ്വ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, പിശാചിന്റെ സർവ്വ ശർറുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ പടച്ചവനെ. സർവ്വവിധ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫിയണേ അല്ലാഹ്. ഞങ്ങൾ പല രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭവനങ്ങളിൽ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിച്ചവരെ സഹായിക്കണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. റബ്ബേ, എത്രയോ മക്കൾ വിവാഹ പ്രായമെത്തി നിൽക്കുന്നു, അവർക്കെല്ലാം നീ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളുടെ തൊഴിലെല്ലാം ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയൊക്കെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടിലെ നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ, സൗന്ദര്യത്തോടെ, സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഗൾഫ് രാജ്യങ്ങളിലുള്ള ആ യുദ്ധത്തിന് റബ്ബേ, ഗൾഫ് രാജ്യങ്ങളിലുള്ള ആ യുദ്ധഭീതിയെ അല്ലാഹു യുദ്ധാന്തരീക്ഷത്തിൽ നീ മാറ്റി സമാധാനം നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك عليه.